തായ്വാനിലെ പ്രകൃതിയും സംസ്കാരവും മനോഹരമായി ഒത്തുചേരുന്ന ഷിഫനിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഷിഫൻ ഓൾഡ് സ്ട്രീറ്റിലേക്ക് പോകുവാനായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് റിഫാങ് റെയിൽവേ സ്റ്റേഷനിലാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഈ റിഫാങ് റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു അത്യാവശ്യം പഴയ ഒരു റെയിൽവേ സ്റ്റേഷനാണ് തായ്വാനിലെ. നമുക്കുള്ള ട്രെയിൻ വരുന്നുണ്ട്. വളരെ പഴക്കം ചെന്ന ഒരു ട്രെയിനിലാണ് നമ്മൾ ഷിഫനിലേക്ക് പോകുന്നത്. നമ്മൾ ഈ കയറുന്ന ട്രെയിനിൽ കൂടുതലും ഷിഫനിലേക്കുള്ള ടൂറിസ്റ്റുകളാണ്. അധികം ബോഗികളൊന്നുമില്ലാത്ത വളരെ ചെറിയൊരു ട്രെയിനാണിത്. പ്രകൃതി രമണീയ കാഴ്ചകളും അരുവികളും വനങ്ങളും ഒക്കെ ആയിട്ട് ഈ ട്രെയിൻ യാത്ര വളരെ ആനന്ദകരമായൊരു യാത്രയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഷിഫൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഷിഫൻ ഓൾഡ് സ്ട്രീറ്റാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് വേണം നമുക്ക് ഷിഫൻ ഓൾഡ് സ്ട്രീറ്റിലേക്ക് പോകാനായിട്ട്. ഇവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ട്. അപ്പോൾ ഈ ട്രെയിൻ പോയിട്ടായിരിക്കും ഇവിടെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ട്രെയിൻ പതിയെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ട്രാക്ക് ക്രോസ് ചെയ്ത് ഓൾഡ് സ്ട്രീറ്റിലേക്ക് കിടക്കാം. ഇവിടെ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം നമ്മളിവിടെ വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. ഷിഫൻ ഓൾഡ് സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചിത്ര ലക്ക് പരീക്ഷിക്കുകയാണ്. കമോൺ കമോൺ. ഓ, സാധാരണ ഇവിടെ വൈകുന്നേരങ്ങളിൽ വരുമ്പം ഇവിടെ കാണുന്ന അത്ര ആളുകളില്ല. എന്നാലും ഷോപ്പുകളൊക്കെ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒറിജിനൽ ഉണ്ട്, മുട്ടയുണ്ട്, ചോക്ലേറ്റ്, കോട്ടൺ ക്യാൻഡി, ഓറിയോ, ബനാന ചോക്ലേറ്റ്, മാംഗോ, കിവി ഫ്രൂട്ട്, പോർക്ക് ഫ്ലോസ്, ചീസ്, ബ്രൗൺ ഷുഗർ ബോബ ഐറ്റംസ് ആണ്. നമ്മളേതാ ഓർഡർ ചെയ്തേക്കുന്നത്? ഓറിയോ. 5 മിനിറ്റ് താമസമുണ്ട്. നല്ല ചൂടുള്ള വെരി ഗുഡ്. അപ്പോൾ എന്തായാലും കൊള്ളാം. ആദ്യം കഴിച്ച ഐറ്റം തന്നെ വളരെ നന്നായിട്ടുണ്ട്. ആളുകൾ കൂടി വരുന്നേ ഉള്ളൂ. ഇതൊന്നുമല്ല, വൈകുന്നേരം ആകുമ്പോഴാണ് ഇവിടെ ശരിക്കും ആളുകളുടെ തിരക്ക് നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ബോബ മിൽക്ക് ടീ മേടിക്കുന്നത്. വളരെ വലിയൊരു മിൽക്ക് ടീ ഷോപ്പാണിത്. ശിഷ്യേ, ഇതാണ് ബോബ മിൽക്ക് ടീ, ബോബ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ ഇത് ഈ കാണുന്ന വലിയ ബബിൾ ടീ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് നിന്ന് തന്നെ നമുക്ക് ബബിൾ ടീ കുടിക്കാം. ലിഞ്ചോ വന്നിരിക്കുകയാണ്. നമസ്കാരം. ലിഞ്ചോ ഒരു ബോബ ടീ മേടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? തായ്വാനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രിങ്കാണ് ബോബ മിൽക്ക് ടീ. ഇവിടെ നാട്ടിലെ പോലത്തെ ഓംപ്ലേറ്റാണ് ഉണ്ടാക്കി തരുന്നത്. അങ്ങനെ ഓംപ്ലേറ്റ് മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഡ്രിങ്ക്സ് ഫ്രീ ആണ്. ഇത് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ട്രെയിൻ ഇതാ അവിടുന്ന് വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാരെല്ലാം ട്രാക്കിൽ നിന്ന് മാറുവാണ് ട്രെയിൻ വരുമ്പോൾ. റെയിൽവേ ട്രാക്കിലാണല്ലോ നമ്മുടെ ഈ ഒരു ഇവിടുത്തെ സെറ്റപ്പ്. ട്രെയിൻ ഇതാ അവിടുന്ന് വരുന്നുണ്ട്. ട്രെയിൻ വരുമ്പോൾ മാത്രമേ ആളുകൾ മാറിക്കൊടുക്കുകയുള്ളൂ. ട്രെയിൻ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ട്രാക്കിലേക്ക് ആളുകൾ ഇറങ്ങുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ വൈബ്. ഡബിൾ എഗ് ഓംപ്ലേറ്റ് സൂപ്പറാണ്. ഇതിനകത്ത് പുതിനയിലയൊക്കെ വെച്ച് ചപ്പാത്തി പോലെ റെഡിയാക്കിയേക്കുവാണ്. നമ്മളിനി നേരെ ഷിഫൻ വാട്ടർഫാൾ ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് നമുക്ക് ലാൻഡൻ പറത്താം. ഇവിടുന്ന് ഒരു പൈനാപ്പിൾ തൂക്കി വാങ്ങിച്ചിരിക്കുകയാണ്. കട്ട് ചെയ്യുന്നതാണ്. ഒരു നടുവിനെ പൂശി വിടുകയാണ്. ഓ, പ്രത്യേക രീതി, പ്രത്യേക ആക്ഷൻ.
വേഗം ഏക്ഷനായി കട്ട് ചെയ്തെടുക്കുക. സാമ്പിൾ നമുക്ക് ആദ്യം തന്നു. പ്രിയതമയ്ക്ക് കൊടുക്കാൻ. പറഞ്ഞോ അങ്ങനുണ്ട്. ഇനി ആക്രമണമാണ്. മുറുക്ക പിടിച്ചാണേ. ിലേക്ക് നടന്നു പോകുന്നതിനിടയിൽ ഇവിടെ ഒരു കൃഷിസ്ഥലം കണ്ടിരിക്കുകയാണ്. ഇത് മത്തങ്ങ ഇവിടെ മത്ത കയറി നിൽക്കുന്നു. വഴുതന കൃഷി. ഇതാ പയർ കൃഷി ചെയ്തിരിക്കുന്നു. പയർ ചെറിയ നട്ടു വെച്ചിരിക്കുന്നു. അപ്പോൾ വഴുതനങ്ങയുണ്ട്. അങ്ങനെ നമ്മൾ ഷിഫൻ സീനിക് ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരം കൂടെ നമുക്ക് നടന്നാൽ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജിലൂടെയൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഷിഫൻ വാട്ടർഫാളിലെത്താം. ഷിഫൻ വാട്ടർഫാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തായ്വാനിലെ ഏറ്റവും വീതി കൂടിയ വെള്ളച്ചാട്ടമാണ് ഈ ഷിഫൻ വെള്ളച്ചാട്ടം. നമ്മളിപ്പോൾ കാണുന്നത് 40 മീറ്റർ വിസ്തൃതിയിലാണ് ഈ വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വെള്ളം താഴേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, അതിൻ്റെ നിറം, പിന്നെ നമ്മൾ നോക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പ്രകൃതിയുടെ ഭംഗി എല്ലാം കൂടെ ചേർന്നൊരു അത്ഭുതകരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തായ്വാനിലെ ചെറിയ നയാഗ്ര വെള്ളച്ചാട്ടം എന്ന പേരിലാണ് ഷിഫൻ വാട്ടർഫാൾ അറിയപ്പെടുന്നത്. ഷിഫൻ വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സ്ഥിരമായിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് റെയിൻബോ കാണാൻ സാധിക്കുന്നത്. അതായത് ഇന്നും നമുക്കൊരു റെയിൻബോ കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയൊരു റെയിൻബോ നമുക്കിവിടെ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രത്യേകത കൊണ്ട് ഇതിനെ റെയിൻബോ വെള്ളച്ചാട്ടം എന്ന പേരിലും ഷിഫൻ വാട്ടർഫാൾ അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു വളരെ ചെറിയൊരു വെള്ളച്ചാട്ടമാണെങ്കിൽ പോലും, നമ്മളുടെ അതിരപ്പള്ളിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെറുതാണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ഷേപ്പും ആ ഒരു ഭംഗിയുമാണ് ഇതിനെ നയാഗ്ര വെള്ളച്ചാട്ടത്തോട് ഉപമിക്കാനുള്ള കാരണം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഷിഫൻ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും താഴത്തെ വ്യൂ പോയിന്റിലാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന മിസ്റ്റ്, വെള്ളം താഴേക്ക് പതിച്ച് കഴിഞ്ഞിട്ട് വരുന്ന ആ മിസ്റ്റും ഒപ്പം തന്നെ ചെറിയ മഴയുണ്ട്, എല്ലാം കൂടെ ചേർന്ന് വളരെ ഒരു കൂളിംഗ് എൻവയോൺമെൻറ്റാണ് ഇവിടെ. അങ്ങനെ നമ്മൾ ഷിഫൻ വാട്ടർഫാളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരികയാണ്. വാട്ടർഫാളിൻ്റെ അധികം വീഡിയോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, കാരണം ഷിഫൻ വാട്ടർഫാളിൽ പോയ പഴയ ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന കടയിലെ വിശറിക്കടയാണ്. പല വ്യത്യസ്ത ആകർഷകമായ വിശറികളുണ്ട്. ഇങ്ങനെയാണ് നമുക്കിങ്ങനെ സിമ്പിളായിട്ട് നിവർത്തിയിട്ട് വീശിയിട്ട് വീണ്ടും മടക്കി അതുപോലെ തന്നെ വയ്ക്കാം. പലതരമുണ്ട്, പല വിലയുടെയും പല വലുപ്പത്തിൻ്റെ ഉണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ചൂടത്ത് ഇത് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ വിശറിക്ക് കാറ്റ് വേണ്ടെന്നാണ്. എന്തായാലും കൊള്ളാം. $100 3 വിശറി ഇവിടെ നിന്ന് കിട്ടും ഇതേ രീതിയിലുള്ള. ഇപ്പോൾ ആണ്ടെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം മുമ്പത്തേലുമൊക്കെ തിരക്കും കൂടിയിട്ടുണ്ട്. ഒരുപാട് ലാൻഡേഡുകളും ഇവിടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി പോയിട്ട് ഒരു ലാൻഡേൺ പുറത്താം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ലാൻഡേണാണ് അത്. കരിയർ പ്രൊമോഷൻ എല്ലാം മണി ഒരു ജമ്പുള്ളൂ കേട്ടോ. ചിത്രയുടെ വക പവന്തു. ഫുൾ ഹെൽത്ത്. ലോകത്തിലെ എല്ലാ യുദ്ധങ്ങളും ഇവിടെ അവസാനിക്കട്ടെ. നോ വാർ. എന്നാ മ്യൂസിക് ഇതാ നമ്മുടെ ട്രെയിൻ വരുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് എഴുതാൻ പറ്റുള്ളൂ. വലുതായിട്ട് എഴുതിക്കോ വെച്ചില്ല. അപ്പോൾ നമ്മൾ 4 സൈഡും എഴുതിയിരിക്കുവാണ്. നമ്മൾ ലാൻഡേൺ പറത്താൻ പോവുകയാണ്.
Okay, turn the side, turn the side. It's a lantern both side picture. Yeah. Okay, lantern lower, 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 lower. Okay, look at me. Yay! It's a happy. Happy. Okay, turn the side, turn the side. Pink color. കോപ്പിയോ ഇതെന്താ? ഇങ്ങനെയാണോ? ഇതൊക്കെ കിളവന്മാര് Yay! Okay, one more side, yellow. Yellow. Lantern lower. It's money, money. Money. മണി It's about to get meow meow. Okay, wait a minute. Okay, ഓക്കെ let go. ഓക്കെ എന്താ? Wait a minute, you're fired. റെഡ് ദാറ്റ് സൈഡ് റെഡ് വീഡിയോ വരാൻ ആ വന്നു അത് നമുക്ക് തിരിച്ചു പിടിക്കാം. Wait a minute. റെഡ് No, no. നോ ഹോൾ ഓക്കെ Okay, hold the corner, hold the butter. റെഡ് തിരിച്ചു പിടി. Okay. Video say hello. ഹലോ. Yay! Okay, ready, 1, 2, 3, go. Go! Yay! Okay, Ah, say hello. Bye-bye. Okay, Bye-bye. we take a picture together. Yeah. Okay, look at me, one hand put. One hand please. Father finger. It's a handsome. It's a beautiful. It's a wow. താങ്ക് യു താങ്ക് യു. ശിശിയെ. Yeah. ഈ ഒരു സൂനിയർ ഇഷ്ടപ്പെട്ടു. പക്ഷെ പറത്തുന്നത് കാണുന്നുണ്ടോ? ഇതാണോ പറക്കുന്നത് ഇതിൽ സൂനിയർ നമ്മൾ മുമ്പേ കണ്ടു. ഇതെങ്ങനെയുണ്ട്? ഒന്നിത് ഷിഫൻ എന്നൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഉള്ളത് ഇത് കൊള്ളാം. സോ ദിസ് 120 കൊടുത്ത് $120. May all your wishes come true. May all your dreams come true. ഇതാണ് ഈ ലൈൻ. ഓക്കെ, ഇതൊരെണ്ണം വാങ്ങിക്കാം. കാറിലൊക്കെ നല്ല ഓക്കെ, ഒന്ന് കാണിച്ചേ. മേടിച്ച സാധനങ്ങളൊക്കെ കാണിച്ചേ. വണ്ടി ഒന്ന് മാറിക്കൊടുക്കേണ്ടതാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ച ഫ്രിഡ്ജ് മാഗ്നറ്റുകൾ. അങ്ങനെ ഷിഫനിലെ നമ്മുടെ ഓൾഡ് സ്ട്രീറ്റ് കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ വന്ന അതേ ട്രെയിനിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ. Video say hello. Okay, ready, 1, 2, 3, go.